ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2024 ജൂൺ മാസ ഫലമാണ്. ജൂൺ 1 തീയതി മുതൽ 30 തീയതി വരെയുള്ള ഫലമാണ് പറയുന്നത്. അത് പ്രധാനമായിട്ട് മേടം രാശിയിൽ ചൊവ്വായും അത് തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് നിൽക്കുന്നു, പ്രവർത്തികാരകനായ ചൊവ്വ. കൂടാതെ വ്യാഴം ഇടവം രാശിയിൽ ബലവാനായിരിക്കും. വ്യാഴമാറ്റത്തിന് ശേഷം സൂര്യൻ്റെ സാമീപ്യം കൊണ്ടുള്ള മൗഢ്യമൊക്കെ വിട്ടുമാറി വ്യാഴഗ്രഹം വളരെ ശക്തനായി അനുഗ്രഹം ചൊരിയുവാൻ ഉള്ള എല്ലാ ശക്തിയും ആർജിച്ചിട്ടുണ്ട്. മിഥുനം രാശിയിൽ ആദിത്യനും ബുധനും ശുക്രനും സ്ഥിതി ചെയ്യുമ്പോൾ കന്നി രാശിയിൽ കേതു, കുംഭത്തിൽ തൻ്റെ സ്വന്തം ക്ഷേത്രത്തിൽ ബലവാനായിട്ട് ശനിയും സ്ഥിതി ചെയ്യും. രാഹു മീനൻ രാശി. ഇങ്ങനെയുള്ള ഈ ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ ഇന്ന് വിചിന്തനം ചെയ്യുന്നത് അശ്വതി നക്ഷത്രക്കാരെ കുറിച്ചാണ്. അശ്വതി, ഭരണി, കാർത്തിക ആദ്യത്തെ പാദമടങ്ങുന്ന മേടം രാശിക്കാരെ കുറിച്ചാണ്. മേടം രാശിയിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. മുൻപ് ഉണ്ടായിരുന്നതിനേക്കാളും ദൈവാധീനം വർദ്ധിച്ചിരിക്കുന്നു. കണ്ടകശനിയൊന്നുമുള്ള മാസമല്ല, സർപ്പദോഷങ്ങളും അധികം ബാധകമല്ല. എന്നിരുന്നാലും മൂന്നാം ഭാവമായ മിഥുനം രാശിയിൽ ആദിത്യൻ സ്ഥിതി ചെയ്യുന്നതിനാൽ പൊതുവെ അത് വിക്രമസ്ഥാനം കൂടിയാണല്ലോ. അധിക സാഹസികതയോടുകൂടി പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള സൂചനയുണ്ട്. അത് വളരെ ശ്രദ്ധയോടുകൂടി വേണം കൈകാര്യം ചെയ്യുവാൻ. അധിക സാഹസികത, ദേഷ്യം, അതൊക്കെ ഈ രാശിക്കാർ ഒഴിവാക്കണം. എന്നാൽ നല്ല വാക്ക് പറയുവാനും തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് സഹപ്രവർത്തകരെയും മറ്റ് സുഹൃത്തുക്കളെയും ഇടപാടുകാരെയും വേണ്ട രീതിയിൽ അനുനയിപ്പിച്ച് നിർത്തുവാനും സാധിക്കുന്ന ഒരു മാസമാണ് ഈ ജൂൺ മാസം. കർത്തവ്യമഖിലം വിത്തം വാണി ചക്ഷുക്ഷ ദക്ഷിണം. വിദ്യ, അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം അനുകൂലമായി നിൽക്കുന്ന മാസം. വിദ്യാ വിജയങ്ങൾ വന്നു ചെയ്യും വിദ്യാർത്ഥികൾക്ക്. അതുപോലെ തന്നെ ടെസ്റ്റുകളൊക്കെ എഴുതുന്നവർക്കും അത് ബാധകമാണ്. ജോലിയിലൊക്കെ ഇപ്പോൾ ഇരിക്കുന്നവർ, ഗവൺമെൻറ് ജോലി ചെയ്യുന്നവരായാലും പ്രൈവറ്റ് ജോലികൾ ചെയ്യുന്നവരായാലും വിദേശത്തായിരിക്കുന്നവരായാലും ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു പ്രൊമോഷനായിട്ടൊക്കെ ടെസ്റ്റുകൾ എഴുതുന്നവർ അത് വിജയിക്കുന്നതിനുള്ള യോഗമുണ്ട്. അതുപോലെ മറ്റൊരു പ്രധാന ഭാഗമാണ് സുഖസ്ഥാനം അല്ലെങ്കിൽ മാതൃഭാവം. മാതാ സുഹൃത് മാതുല ഭാഗിനേയു ക്ഷേത്രം സുഖം വാഹനം ആസനം ജ ലാളിത്യമമ്പ ശയനഞ്ചവൃത്തി പാർശ്വാധികം ജന്മഗൃഹം ചതുർത്ഥ. അതായത് അല്ലെങ്കിൽ അധിവസിക്കുന്ന വീടിനെ സംബന്ധിച്ചും മാതാവിനെ സംബന്ധിച്ചും വാഹനത്തെ സംബന്ധിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾക്ക് നല്ലതാണ്. വാഹനവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വിജയങ്ങൾ വന്നിച്ച് വാഹന കാര്യങ്ങളിൽ പ്രത്യേകിച്ച് ഡ്രൈവിംഗ് പോലെയുള്ള ജോലികൾ ചെയ്യുക. ഒരു വാഹനം സ്വന്തമായിട്ട് വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതിന് സാധിക്കുന്ന തരത്തിൽ സാമ്പത്തിക അഭിവൃദ്ധി വന്നിച്ചേരുക. അതിനുള്ള എന്തെങ്കിലും ഒരു പദ്ധതി ഇണങ്ങി വരിക. കയ്യിൽ പൈസ ഇല്ലാത്തവർക്കും ഒരു വാഹനം വാങ്ങുവാനായിട്ട് ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു മാസം. അത് ലോൺ മുഖാന്തരമോ ചെറിയ കുറഞ്ഞ പലിശയ്ക്ക് ഒരു ലോൺ ശരിയാകുകയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുടെയൊക്കെ ഒരു സഹായം കൊണ്ട് ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങുന്നതിനോ ഒക്കെ യോഗവും ഭാഗ്യവും ഒക്കെ ഉള്ള ഒരു മാസം. അധിക കടബാധ്യതകൾ വന്നു ചേരാതെ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിൽ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുക. ചെറിയ ചെറിയ കാര്യങ്ങൾക്കാകാം. കഠിനമായ വലിയ ദോഷങ്ങളോടുകൂടിയൊന്നും ആയിരിക്കണമെന്നില്ല. ചെറിയ പ്രശ്നങ്ങളോടുകൂടിയ നിയമപ്രശ്നങ്ങൾ ഉണ്ടാകുകയോ കടങ്ങൾ വർദ്ധിക്കാതെ നോക്കുക. കടങ്ങൾ വാങ്ങിച്ചത് കൊടുക്കുവാനായിട്ടൊക്കെ അതീവ ശ്രദ്ധ ആവശ്യവുമാണ്. മറ്റൊരു പ്രധാന ഭാവമാണ് ദാമ്പത്യഭാവം. ദാമ്പത്യഭാവത്തെ ചിന്തിച്ചതിൽ ദാമ്പത്യഭാവത്തിൻ്റെ അധിപൻ ബലവാനായിട്ട് നിൽക്കുന്നു. കൂടാതെ ദൈവാധീനവും ഒക്കെ ഉള്ളതിനാൽ മേടം രാശിക്കാർക്ക്
ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണ്ണമാണ്. വീട്ടമ്മമാർക്ക് നല്ല ഒരു ആരോഗ്യവും അതുപോലെ തന്നെ കുടുംബകാര്യങ്ങളിൽ ഗൃഹോപകരണങ്ങൾ വന്നു ചേരുകയോ പുതിയ പുതിയ നല്ല വസ്ത്രങ്ങൾ വന്നു ചേരുന്നതിനും ആഭരണങ്ങൾ വന്നു ചേരുന്നതിനുമൊക്കെ മനസ്സിനിണങ്ങിയ രീതിയിലുള്ള ജീവിത രീതി ലഭിക്കുന്നതിന് യോഗമുണ്ട്. സ്വന്തമായിട്ട് ഒരു തൊഴിൽ ആരംഭിക്കണം എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ ജോലി ചെയ്യണം എന്ന് വിചാരിക്കുന്ന ദീർഘകാലമായിട്ട് ജോലിയൊന്നും ചെയ്യാതിരിക്കുന്നവരാണ് എങ്കിൽ പോലും ഈ മാസം ഒരു പുതിയ ജോലിയിൽ പ്രവേശിക്കുന്നതിന് യോഗമുണ്ട്. അവസരങ്ങൾ പാഴാക്കാതെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുക. അതുപോലെ തന്നെ പ്രധാനമാണ് വിദേശത്ത് പോകുന്നതിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് ആ കാര്യങ്ങളൊക്കെ സാധിക്കും. രാശിയിൽ രാശിയാധിപൻ കൂടിയായ ആ ജലരാശി അധിപത്യം കൂടിയുള്ള ആ ചൊവ്വ ബലവാനായിട്ട് നിൽക്കുകയും തൊഴിൽ സ്ഥാനത്തേക്ക് ജലരാശി അധിപൻ 12ാം ഭാവാധിപൻ ദൃഷ്ടി ചെയ്യുകയും ചെയ്യുന്നതിനാൽ സ്വന്തം നാട് വിട്ട് വിദ്യാഭ്യാസം നേടുന്നതിനും പരീക്ഷ എഴുതി പാസ്സാകുന്നതിനും തൊഴിലിൽ പ്രവേശിക്കുന്നതിനും സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകുന്നതിനും ഈ നക്ഷത്രക്കാർക്ക് യോഗം വന്നു ചേരുന്ന ധനം വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് സാധിക്കും. എന്നിരുന്നാലും രാശിയാധിപൻ കൂടിയായ ചൊവ്വയെയും രാശിയെയും ഒക്കെ ശനി ദൃഷ്ടി ചെയ്യുന്നതിനാൽ പല അവസരങ്ങളും പാഴാക്കുന്നതിന് സൂചനയുണ്ട്. അവസരങ്ങൾ ലഭിക്കുന്നത് വിനിയോഗിക്കുക, വിജയത്തിലെത്തിച്ചേരുക തന്നെ ചെയ്യും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും ഒക്കെ അവസരമുണ്ടായിരുന്നു. ഞാൻ ഈ പറഞ്ഞത് ഗോചര ഫലങ്ങളാണ്. അധിക കഷ്ടതകളും നഷ്ടങ്ങളും ദാമ്പത്യ ജീവിതത്തിലും സന്താന കാര്യത്തിലും സന്താന ഭാഗ്യത്തിനായിട്ട് ആഗ്രഹിക്കുന്നവരും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായിട്ട് ജാതകം നോക്കി അത് കൃത്യത വരുത്തിയതിന് ശേഷം പരിഹാരങ്ങൾ ചെയ്യുകയോ പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്താൽ ആഗ്രഹ പൂർത്തീകരണം സാധിക്കുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.